എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ വെർഗോ അവനാണെങ്കിൽ ഡി ബ്ലോക്ക് ലക്ഷ്യമാക്കി ഓടുകയാണ്. ഇവിടെ ട്രഫാർഗറിലോ അവനാണെങ്കിൽ ആ സാഡിന് മുൻപിൽ നിന്ന് ഇപ്പൊ എന്തൊക്കെയോ കണക്ക് കൂട്ടും. കറക്റ്റ് സമയം അവിടേക്ക് വെർഗോ പാഞ്ഞെത്തും. വെർഗോ അവിടേക്ക് എത്തിയെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ട്രഫാർഗറിലോ അവനാണെങ്കിൽ ഇപ്പൊ വെർഗോയെ ഫേസ് ചെയ്ത് നിൽക്കും. വെർഗോ ആണെങ്കിൽ ഒരു സ്റ്റിക്ക് കയ്യിലെടുക്കും. അതിലവന്റെ ഹോക്കി പവർ അതുപയോഗിച്ച് ട്രഫാർഗറിലോ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് എടുത്ത് ചാടി വന്ന് അവന്റെ മുഖത്താഞ്ഞടിക്കുകയാണ്. ട്രഫാർഗറിലോ ആണെങ്കിൽ അട്ടികെട്ടി തെറിച്ചു വീഴും. ട്രഫാർഗറിലോയ്ക്കാണെങ്കിൽ എന്താ സംഭവിച്ചെന്ന് അറിയാതെ ഞെട്ടി നിൽക്കുമ്പോ അവൻ വീണ്ടും ട്രഫാർഗറിലോട് അടുത്തേക്ക് വന്ന് പുറഞ്ചം അവൻ ഇട്ടിക്കുകയാണ്. ഓ, നീ ഇത്രയും വീക്കായിരുന്നു, എന്റെ ഒരടിയിൽ തന്നെ നീ വീണു പോയല്ലേ. ധൈര്യം ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് എന്നെ അടിക്കാൻ പറഞ്ഞു വെർഗോ ഇപ്പൊ അവനെ വെല്ലുവിളിക്കും. അതേസമയം ഇവിടെ ലൂഫി ആണെങ്കിൽ ആ മോണറ്റിന്റെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കും. അവളാണെങ്കിൽ ഐസ് വെച്ച് വീണ്ടും വാൾ ക്രിയേറ്റ് ചെയ്യാണ്. ലൂഫി മത്സരിച്ച് അവൾ ക്രിയേറ്റ് ചെയ്യുന്ന ഐസ് വാൾസ് അത് തകർക്കും. പക്ഷേ അവളാണെങ്കിൽ വീണ്ടും അത് ക്രിയേറ്റ് ചെയ്ത് അവനെ തടയുകയാണ്. അതിനുശേഷം അവള് 10 ലെയറുള്ള വലിയൊരു വാൾ ക്രിയേറ്റ് ചെയ്യാണ്. ലൂഫി അത് കണ്ട് ഷോക്കാവും. നീ എന്തായി ചെയ്യണേ? അതിനവള് ലൂഫിയെ നോക്കി ചിരിക്കും. ഇതൊരു സാധാരണ വാളല്ല, 10 ലെയറുള്ള വാളാണ്. കറക്റ്റ് ആയിട്ട് ഇത് ബ്രേക്ക് ചെയ്ത് പുറത്ത് വന്നിട്ടില്ല എങ്കിൽ ഈ വാള് മൊത്തമായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് നിന്റെ ദേഹത്ത് വീഴും. പിന്നെ നിനക്ക് ജീവൻ ഉണ്ടാവില്ല. ലൂഫി ആണെങ്കിൽ അവളെ വെല്ലുവിളിക്കും. നീ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, ഈസി ആയിട്ട് ഞാനിതൊക്കെ തകർക്കുമെന്ന് പറഞ്ഞ് അവനത് മുഴുവനായിട്ട് ഇടിച്ച് താഴെയിടും. അത് കണ്ട മോനട്ടാണെങ്കിൽ അവളുടെ 2 ചിറകുകൾ അതുപയോഗിച്ച് ഹീറോയെ അങ്ങനെ അതിൽ കവർ ചെയ്ത് പിടിക്കുകയാണ്. അതിനുള്ള തണുപ്പ് കാരണം നമ്മുടെ ചെക്കന് അവൻ പ്രോപ്പറായിട്ട് ശ്വാസം പോലും വിടാൻ കഴിയാതെ അവനങ്ങനെ തണുത്ത് കിടുകിടാ വിറയ്ക്കും. ലൂഫിക്കാണെങ്കിൽ ആ ചിറക് തകർത്ത് പുറത്തേക്ക് വരാൻ കഴിയില്ല. അവൻ ഐസിൽ ഫ്രീസായി ഇപ്പൊ പതിയെ തളർന്നുറങ്ങി താഴേക്ക് വീഴും. പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് സോറോ പറഞ്ഞ കാര്യം ഓർമ്മ വരും. ഒരു കാരണവശാലും നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മുടെ ജേണി അത് ആരംഭിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ ഇപ്പോഴാണ് ന്യൂ വേൾഡിലേക്ക് വന്നത്. സോ അപ്പോഴേക്ക് നമ്മൾ വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല. ഒരു കാരണവശാലും നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആ ഒരു കാര്യം അത് ഓർമ്മ വന്ന ലൂഫി ആണെങ്കിൽ അടുത്ത സെക്കൻഡ് കണ്ണു തുറന്ന് എടുത്തു ചാടി അവന്റെ ഹോക്കി പവർ ഉപയോഗിച്ച് അവളെ ലോക്ക് ചെയ്യാണ്. ലൂഫിയുടെ ചാടിയുള്ള എഴുന്നേൽപ്പും അവന്റെ ആക്ഷനൊക്കെ കണ്ട് അവൾ ഒരു സെക്കൻഡ് ഫ്രീസായി. ലൂഫി സെക്കൻഡ് ഗിയറിലേക്ക് പോയിട്ട് നിലത്താഞ്ഞ് ചവിട്ടും. ആ ഫ്ലോർ തകർന്ന് അവൻ താഴേക്ക് പോവാണ്. നമ്മുടെ ചെക്കൻ ലൂഫിക്ക് ഇത്രയും പവർ ഉണ്ടായിരുന്നെന്ന് അവൾ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. പക്ഷെ കുഴപ്പമില്ല, അത് പോകുന്നത് ഗാർബേജിലേക്കാണ്. അവനെ കൊണ്ട് തിരിച്ച് അത്ര വേഗമൊന്നും മുകളിലേക്ക് കയറി വരാൻ പറ്റില്ല എന്ന് വിശ്വസിച്ച് അവളിപ്പോ ആശ്വസിച്ച് നിൽക്കും. ലൂഫി ആണെങ്കിൽ ഉരുണ്ടുപോയി ആ ഗാർബേജിലേക്ക് അടിച്ച് വീഴാണ്. ലൂഫി ചുറ്റും നോക്കും. അവിടെ മുഴുവൻ ഒരുപാട് വേസ്റ്റുകൾ. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ നമ്മുടെ ചോപ്പറിനെ കാണിക്കും. അവൻ ഒരുപാട് തല്ലും അടിയൊക്കെ കിട്ടി ചോരയൊക്കെ തുളുമ്പി നിൽക്കുകയാണ്. കുട്ടികളാണെങ്കിൽ വടിയും കമ്പൊക്കെ എടുത്ത് ചോപ്പറിനെ തല്ലാൻ അങ്ങനെ ചാടി നിൽക്കും. ചോപ്പർ പറയും, ഒരു കാരണവശാലും നിങ്ങൾ ഇനി ആ ക്യാൻഡി കഴിക്കാൻ പാടില്ല. അത് കഴിച്ചാൽ ഇനിയും നിങ്ങളുടെ അവസ്ഥ വേഴ്സ്റ്റ് ആവും. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് പോകണ്ടേ, നിങ്ങളുടെ അച്ഛനും അമ്മയും കാണണ്ടേ എന്നൊക്കെ ചോദിച്ച് അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവരാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ കയ്യിൽ കിട്ടിയ സ്റ്റിക്കൊക്കെ ഉപയോഗിച്ച് അവനെ അടിച്ചു കൊണ്ടേയിരിക്കും. ഒരുപാട് നേരം പിടിച്ചു നിന്ന് ചോപ്പറിന്റെ പവറൊക്കെ പോയി അവൻ കുഞ്ഞനായി മാറും. അടുത്ത നിമിഷം ആ കുട്ടികളെല്ലാം ചോപ്പറിനെ തട്ടിയിട്ട് ആ ബിസ്ക്കറ്റ് റൂമിലേക്ക് ഓടും. ദയവ് ചെയ്ത് അവിടേക്ക് പോരുത്, അത് കഴിക്കാൻ പാടില്ല. അടുത്ത നിമിഷം നമ്മുടെ ആൾക്കാർ അവിടേക്ക് വന്ന് ഇപ്പൊ നാമിയാണെങ്കിൽ ചോപ്പറിനെ വാരിയെടുക്കും. ചോപ്പറാണെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഒന്നും വിടാതെ നമ്മുടെ ആൾക്കാരോട് തുറന്നു പറയും. ഇവിടെ കുഞ്ഞുങ്ങളാണെങ്കിൽ ആ ബിസ്ക്കറ്റ് റൂമിലേക്ക് ഓടിയെത്തും. അതേസമയം ആ പെൺകുട്ടി അവള് മാക്സിമം കാൻഡീസ് കളക്ട് ചെയ്ത് അവിടുന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അവൾ അങ്ങനെ ഷോക്കായി നിൽക്കുന്ന അടുത്ത നിമിഷം റോബിൻ അവളുടെ കൈ വെച്ച് ആ കുട്ടികളെ എല്ലാവരെയും ഇപ്പൊ ബ്ലോക്ക് ചെയ്യും. പക്ഷെ ആ കുഞ്ഞുങ്ങളാണെങ്കിൽ വീണ്ടും വടിയൊക്കെ എടുത്ത് റോബിന്റെ കൈ തല്ലി ചതച്ച് ആ പെൺകുട്ടിയുടെ കയ്യിലുള്ള അവസാനത്തെ ക്യാൻഡിക്ക് വേണ്ടി അവളുടെ അടുത്തേക്ക് ഓടി വരും. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്, അവര് നമ്മളെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ ക്യാൻഡി ഒരു കാരണവശാലും നമ്മൾ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ ആ കുഞ്ഞുങ്ങളെ വെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ ആ കുഞ്ഞുങ്ങളാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ ആ ക്യാൻഡിയിൽ തന്നെ ലക്ഷ്യമിട്ട് അവൾക്ക് നേരെ പാഞ്ഞടുക്കും. ചോപ്പർ ആണെങ്കിൽ വിളിച്ചു കൂവും, ഞാൻ പറയുന്നത് കേൾക്ക്, അവിടുന്ന് ആ ക്യാൻഡി ആയിട്ട് ഓട്. നിന്നെ കൊണ്ട് ഒരിക്കലും അവരെ സംസാരിച്ച് കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് കേട്ട് അവളും ആ ക്യാൻഡി ആയിട്ട് ഉഷാറായിട്ട് ഓടുകയാണ്. അതിനാ കുഞ്ഞുങ്ങള് അവര് ദേഷ്യപ്പെട്ട് പറയും, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ആ ക്യാൻഡി ഒറ്റയ്ക്ക് തിന്നാൻ ശ്രമിക്കും. ഇത്രയും കാലവും നമ്മൾ ഒന്നിച്ചല്ലേ ക്യാൻഡീസ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ നീ മാത്രം അത് ഒറ്റയ്ക്ക് തിന്നാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ് ആ കുഞ്ഞുങ്ങളാണെങ്കിൽ അവളെ വിടാതെ ഫോളോ ചെയ്യും.
ആ പെൺകുട്ടിയാണെങ്കിൽ ഷോക്കാവും. അയ്യോ അല്ല, ഇത് നമ്മൾ ആരും കഴിക്കാനായിട്ട് പാടില്ല, അവര് നമ്മളെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുതെന്ന് പറഞ്ഞ് അവളിപ്പോ മുൻപിലുള്ള ഒരു ഡോർ വഴി പുറത്തേക്ക് ഓടാൻ ശ്രമിക്കും. അവൾ ആ ഡോറിന്റെ ക്ലോസ് എത്തുമ്പോഴേക്കും ഒരു തണുത്ത കാറ്റ് അവിടേക്ക് വീശി അടിക്കുകയാണ്. അവരത് ആരാണെന്ന് നോക്കും, അത് മറ്റാരും അല്ല. തണുത്ത കാറ്റും ചിറകുകളൊക്കെ വിരിച്ചും നമ്മുടെ മോണറ്റ് പെണ്ണ്. മോണറ്റിനെ കണ്ട് അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഹായ് മോണറ്റ് എന്ന് പറഞ്ഞ് അവളിപ്പോ മോണറ്റിനെ തന്നെ നോക്കും. ജോറോയ്ക്കാണെങ്കിൽ അതാരാണെന്ന് മനസ്സിലാവില്ല, പക്ഷെ ഉസോപ്പിന് മനസ്സിലാവും അതാരാണെന്ന്. അവൻ വിളിച്ചു പറയും, അയർലാൻഡിൽ വെച്ച് ഞാൻ കണ്ടത് അത് ഇവളെ തന്നെയാണ്, ഇവളെ കണ്ടാണ് ഞാൻ പേടിച്ച് നിലവിളിച്ചത്. ഇവിടെ ആ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ മോണറ്റിനോട് പറയും, മോണറ്റ് നീയെങ്കിലും ഞങ്ങളെ രക്ഷിക്ക്. അതിന് മോണറ്റ് പറയും, നീ ഈ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല, ഇതെല്ലാവർക്കും ഉള്ള ക്യാൻഡിയാണ്, സോ നീ ഇതെല്ലാവർക്കും കൊടുത്ത് ഒരുമിച്ച് കഴിക്കണം. അത് കേട്ടാ കുഞ്ഞിപ്പെണ്ണ് ഷോക്കാവും. അപ്പൊ മറ്റുള്ളവരെ പോലെ ഈ മോണറ്റും ഇവളും ഒരു വില്ലത്തി തന്നെയാണ്. മോണറ്റാണെങ്കിൽ അവർക്ക് നേരെ ഇപ്പൊ തണുത്ത കാറ്റ് വീശി അടുപ്പിക്കും. അതിൽ ആ കുഞ്ഞുങ്ങളാണെങ്കിൽ തണുത്ത് വിറയ്ക്കാണ്. ആ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ മോണറ്റിനോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ ഈ ക്യാൻഡി കഴിക്കാൻ എന്നെ നിർബന്ധിക്കണം? ഈ ക്യാൻഡി അത് കഴിക്കാൻ പാടില്ല എന്ന് എനിക്കറിയാം, സോ നിങ്ങളും അവരെ പോലെ തന്നെയാണോ? അതിന് മോണറ്റാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ ആ ലാബ് കാണിക്കും. അവിടെയാണെങ്കിൽ ആ കുഞ്ഞിപ്പെണ്ണ് അവളാണെങ്കിൽ വീണ്ടും മൊമന്റോസ്കി അവൻ എവിടെ, അവൻ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കും. അവളുടെ ചോദ്യം കേട്ട് വേറെ വഴിയില്ലാതെ ആ മഞ്ഞവില്ലന്മാര് പറയും, ഈ ലാബില് ആരും പോവാൻ പാടില്ലാത്തൊരു സ്ഥലമുണ്ട്. ആ മൊമന്റോസ്കി അവൻ ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് അവിടേക്ക് പോയി ഇപ്പൊ ഒരു ഡ്രാഗണായി തീർന്നിരിക്കുകയാണ്. സോ ആ ഡ്രാഗണാണ് മൊമന്റോസ്കി. അവൾക്കാണെങ്കിൽ അതൊക്കെ കേട്ട് കുറച്ച് ടെൻഷനാവും. കാരണം അവര് വന്ന അതേ ഷിപ്പിൽ തന്നെയാണ് അവനും വന്നത്. അവൾ ടെൻഷൻ ആവുന്നെന്ന് മനസ്സിലാക്കിയ ആ മഞ്ഞ വില്ലന്മാര് അവര് പറയും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവൻ എത്രയും വേഗം ഞങ്ങൾ കണ്ടെത്തി ട്രീറ്റ്മെന്റ് കൊടുത്ത് വീണ്ടും പഴയതുപോലെ ആക്കും. അതിനവളാണെങ്കിൽ അവൻ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ, അവനിവിടെ വന്നപ്പോ മുതല് മര്യാദയ്ക്ക് ഒന്നും കഴിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതിനവരാണെങ്കിൽ അവളെ ആശ്വസിപ്പിച്ച് ഞങ്ങൾ അവന് വേണ്ടതെല്ലാം കൊടുത്തോളാം, ഒരു കാര്യം ഇത് ആരോട് നീ പറയാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞ് അവളെ ആണെങ്കിൽ അവരവിടുന്ന് പറഞ്ഞയക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ സീസർ ആണെങ്കിൽ ഫുൾ കലിപ്പിലിരിക്കുകയാണ്. കാരണം ആരും ആ സീക്രട്ട് റൂമിലേക്ക് വരുമെന്ന് അവൻ കരുതിയില്ല. അവനാണെങ്കിൽ കമ്പ്യൂട്ടറിൽ കാര്യമായിട്ട് എന്തൊക്കെയോ ഇപ്പൊ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അവനാണെങ്കിൽ CCTVയിൽ ഇപ്പൊ സ്ട്രോഹാർ ലൂഫിയെയും G5 സോൾജിയേഴ്സിനെയും ട്രഫാൽഗർ ലോയെയും എല്ലാവരെയും നോക്കുകയാണ്. എന്റെ പ്ലാൻ കൊളവാക്കിയ ഇവരെ ഒന്നും ഞാൻ വെറുതെ വിടില്ല, എന്റെ പവർ എന്താണെന്ന് ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുക്കും. കട്ട് ചെയ്താ ഇവിടെ ട്രഫാൽഗർ ലോയ്ക്ക് വെർഗോയുടെ കയ്യിൽ നിന്ന് ഇപ്പൊ ഓൾറെഡി ഒരുപാട് അടി കിട്ടിക്കഴിഞ്ഞു. ട്രഫാൽഗർ ലോ വീണ്ടും എഴുന്നേക്കുന്ന കണ്ട വെർഗോ ഇപ്പോ ട്രഫാൽഗർ ലോയുടെ ഹാർട്ട് അത് പിടിച്ചമർത്താനായിട്ട് തുടങ്ങും. ട്രഫാൽഗർ ലോ കഷ്ടപ്പെട്ട് ആ ഹാർട്ട് തട്ടിയെടുക്കാൻ ശ്രമിക്കും. പക്ഷെ വെർഗോ വീണ്ടും അത് അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ച് ഓക്കി പവർ ഉപയോഗിച്ച് വീണ്ടും ട്രഫാൽഗർ ലോയെ അറ്റാക്ക് ചെയ്യും. അതിന് ട്രഫാൽഗർ ലോ ഉണ്ടർ ഷോക്ക് പവർ ഉപയോഗിച്ച് വെർഗോയെ അറ്റാക്ക് ചെയ്യും. കാലി കയറിയ വെർഗോ ആണെങ്കിൽ ഇപ്പൊ വീണ്ടും ട്രഫാൽഗർ ലോയുടെ ഹാർട്ട് അത് അമർത്തുകയാണ്. വേദനയില് ട്രഫാൽഗർ ലോ നിലവിളിക്കും. അപ്പോഴായിരിക്കും മറ്റൊരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ സ്മോക്കർ അവനാണെങ്കിൽ ഇപ്പോ വെർഗോയുടെ മുൻപിലേക്ക് ചാടി വീഴും. അവനെ കണ്ട് വെർഗോ ഷോക്ക് ആവുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.